ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഗോവ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൂൾ സൈഡിലേക്ക് പോയി. അപ്പോൾ കുറച്ച് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ലിസ്റ്റാക്കിയിട്ട് വെച്ചു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യണമായിരുന്നു കേട്ടോ. നമ്മൾ താമസിച്ച റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓഫർ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2-3 പേരിരുന്ന് അതൊന്ന് ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങളെ പൂൾ സൈഡിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് പുറകെ കുട്ടികളൊക്കെ വന്നു. പിന്നെ ഓരോരുത്തരുടെയും ഡിസ്കഷൻ ഈ പൂളിന് എത്ര ആഴമുണ്ടെന്നായി. ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. മക്കളെ ഇറങ്ങാനും സമ്മതിച്ചില്ല, പാരൻസ് ഇല്ലാതെ. അപ്പോൾ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരാനുള്ള നേരമായി. അപ്പോൾ കുറച്ച് വാക്കിംഗ് ഒക്കെ ചെയ്തു ആ നേരം കൊണ്ട്. ഞങ്ങളുടെ വില്ലയുടെ ബാക്കിലായിട്ട് കുറച്ച് വാഴകളൊക്കെ ഉണ്ട് കേട്ടോ. വാഴക്കൊലയൊക്കെ ഉണ്ട്. 2-3 വാഴക്കൊലയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. 2 ബാച്ചായിട്ടാണ് വന്നത്. കുറേ ഉള്ളതുകൊണ്ട് നമ്മൾ 20 ആൾക്കാരുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ദോശയും ചട്നിയും സാമ്പാറും ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫുഡ്. ഒരു ഉടുപ്പി ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ആയിരുന്നു കേട്ടോ. സാമ്പാറിന് കുറച്ചൊരു മധുരം ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്തോ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ ഇന്നത്തെ സവാരിക്ക് ഇറങ്ങി. പതിവ് പോലെ ഞാനും തരുണുമായിരുന്നു ഫ്രണ്ടിലിരുന്നത്. പിന്നെ നമ്മൾ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഒരാൾ ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്ത് അടിപൊളി പാട്ടൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഡാൻസ് ആയിരുന്നു. അത്ര സ്ഥലമൊന്നുമില്ല ഈ വെഹിക്കിളിൽ. ഈ 26 സീറ്റർ ആയിരുന്നു. അപ്പോൾ അത്ര സ്ഥലമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഈ ബ്രിഡ്ജ് കണ്ടോ? നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഗോവ ഓരോ രീതിയിൽ ഡെവലപ്ഡ് ആണ് കേട്ടോ. അങ്ങനെ ഈ ബ്രിഡ്ജ് അടിപൊളിയാണ്. റോഡ് നല്ല വീതിയായിട്ടുണ്ട്. എത്ര വാഹനങ്ങൾക്ക് വേണമെങ്കിലും പോവാം. പിന്നെ നല്ലൊരു വ്യൂ ആണ്. നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റുന്ന അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ ബ്രിഡ്ജ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡോൾഫിൻ റൈഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഡോൾഫിനുകളെ കാണാൻ പറ്റുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നമ്മളെ ഡ്രൈവർ ഒരു മടിയനാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ലൊക്കേഷനോ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആൾ പറയും അത് അത്ര ദൂരെയാണ്, അവിടെ ബ്ലോക്കാണ്, അവിടെ ഈ സമയത്ത് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെയോ പറയും. ആൾക്ക് സൗകര്യം ഉള്ള സ്ഥലങ്ങൾ മാത്രമേ ആൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ നമ്മൾ ചോദിച്ചാൽ. ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെ കൂടിയാണ് കേട്ടോ. കുറേ പഴയ സ്റ്റൈലിലുള്ള വീടൊക്കെ ഉണ്ട്. പിന്നെ കുറേ പഴയ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. നോക്കിയ സൈഡിൽ ഇതിനിടയ്ക്ക് നമ്മളെ പാട്ടും ഡാൻസൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഷോപ്സ് നോക്കിയത് പഴയ ഷോപ്സാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ബീവറേജസ് ഷോപ്സൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഷോപ്പെല്ലാം ഉണ്ടാവുക, അവർ ഔട്ട്ലെറ്റ് പല സ്ഥലത്തുണ്ടാവും. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അവർക്ക് അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. മീൻസ് ഗോവയിലെ കാര്യമല്ല പറഞ്ഞത്, ഈവൻ കർണാടക അങ്ങനത്തെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഗോവയിലാണെങ്കിൽ നമ്മൾ ഒരു ഷോപ്പ് കഴിഞ്ഞ് അടുത്ത ഷോപ്പിൽ പോകുമ്പോഴേക്കും ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ഒരു സാധാരണമായ കാര്യമാണ് ഗോവയിൽ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ മുമ്പിൽ തന്നെ ഈ വാട്ടർ ബോട്ടിലിൻ്റെ ക്യാനൊക്കെ ആയിട്ട് ലോറി പോകുന്നുണ്ട്. കുറേ നേരമായി ഇത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. സമ്മറൊക്കെ അല്ലേ, ഭയങ്കര വാട്ടർ കൺസ്യൂമേഷൻ ഭയങ്കര കൂടുതലാണ് കേട്ടോ. നമ്മളാണെങ്കിൽ എത്ര കുപ്പി വെള്ളം കുടിച്ച് തീർത്തൊന്നും നമുക്ക് തന്നെ അറിയില്ല. ഇത് നമ്മൾ രാവിലെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയ ശേഷം അവിടെ നിന്ന് ഒരു 10-20 കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ പകുതിയും തീർന്നിട്ടുണ്ടാവും എന്തോ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്നൊക്കെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലമാണ് കേട്ടോ. എത്ര ഷോപ്സ് ഉണ്ടെന്ന് അറിയും. ഇങ്ങനെ വരിയായിട്ട് നമുക്കിങ്ങനെ ഇറങ്ങി ഷോപ്പിംഗ് ചെയ്യാൻ തോന്നും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗോവയിൽ വരുമ്പോൾ ഉണ്ടല്ലോ കുറേ ദിവസത്തിനായിട്ട് വരണം ശരിക്കും ഗോവേനെ അറിയണമെങ്കിൽ. എന്നുവെച്ചാൽ നമ്മൾ 2-3 ദിവസം വരുന്നൊന്നും തീരെ പോരാ കേട്ടോ. പക്ഷെ ആ ഒരു അത്ര ചെറിയ സമയത്തും നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഏജൻസി, നല്ലൊരു ഡ്രൈവർ, നല്ലൊരു ഗൈഡിനൊക്കെ കിട്ടിയാൽ അത് പൊളിക്കും കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലവും അതിനൊക്കെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ. നമ്മളിപ്പോൾ താമസിച്ച സ്ഥലം കുറച്ച് ഇൻറ്റീരിയർ ആയിട്ടാണ്, കോൾവേയിലാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് എടുത്തത് മെയിനായിട്ട്.
ഇപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ? നേരത്തെ പറഞ്ഞില്ലേ ഡോൾഫിൻ റൈഡിനാണ്. അങ്ങനെ പോയി നമ്മൾ ഡോൾഫിൻ റൈഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടോ. ഇവിടെയാണ് ആ സ്ഥലം. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങാനായി. അപ്പോൾ ട്രാഫിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾ 2 ആൾ വന്ന് അന്വേഷിച്ചു. ആ ഡ്രൈവറേയും കൂട്ടിയിട്ടോ. അപ്പോൾ എന്താ പറയുക, എത്ര തിരക്കാണറിയോ ഈ റോഡിൽ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. അന്വേഷിക്കുമ്പോൾ ഒരാൾക്ക് 350 ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലാണെങ്കിൽ 10 ആളെ മാത്രമേ പറ്റൂ. പിന്നെ വേറൊരു ബോട്ടിൽ 10 ആൾ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബോട്ടുണ്ടായിരുന്നു. അതിൽ 12 ആൾക്കാർ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 7 ആൾ വേറെ ഇതിൽ ഷെയർ ആയിട്ട് ഇരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവരെ അമ്മമാരുടെ കൂടെയായിരുന്നു. പിന്നെ നമ്മൾ സിംഗിളായി പോയവരൊക്കെ വേറെ ബോട്ടിലിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സീറ്റിലിരുന്നു. ഈ ഒരു ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ ഏത് നേരം ഈ ക്യാമറയും കൊണ്ട് നടപ്പല്ലേ. അപ്പം ഞാനൊന്ന് വിളിച്ചാൽ ഇവരൊക്കെ തിരിഞ്ഞൊരു ഹായ് ഒക്കെ പറയും. ആ നേരത്തെ ഞാനൊരു വീഡിയോ എടുക്കും. അങ്ങനെ നമ്മൾ ബാക്കിലിരിക്കുന്ന ഈ ബോട്ടിലെ ചേട്ടൻ ഭയങ്കര ഗൗരവക്കാരനാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ഒരു ഗൗരവത്തിലാണ് മറുപടി പറയുക. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുകയാണ് അതൊക്കെ ലക്ക് അനുസരിച്ചിരിക്കുന്നു. ശരിക്കും ഈ ലക്കിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ 350 രൂപ കളയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ 20 ആൾ പോകുമ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 350 വാങ്ങിയാൽ. അപ്പോൾ ഇതൊരു 45 മിനിറ്റ്സിൻ്റെ റൈഡാണ് കേട്ടോ. അപ്പോൾ വലിയ നഷ്ടമൊന്നുമില്ല. നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ വെറുതെ ഒരു ബോട്ട് റൈഡിന് പോകുമ്പോൾ തന്നെ അവർ വാങ്ങാറുണ്ട് നല്ലൊരു തുക. പക്ഷേ ഇതിൽ വലിയ നഷ്ടമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലെ സ്പീഡ് ബോട്ടിൽ പോയപ്പോൾ ഒരാൾക്ക് 300 വെച്ച് വാങ്ങി ആകെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അത്ര ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ 45 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൈഡിൽ നമുക്ക് നമ്മളെ അഗോഡ ഫോർട്ടിലെ ജയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് നമുക്ക് അതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ബോട്ടിലെ ചേട്ടൻ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരോട് പറയാം, നിങ്ങൾ ആ സൈഡ് നോക്കൂ, ഡോൾഫിനെ കിട്ടിയ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവർ കർണാടകയിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അവരും ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയോ സിനിമയിലെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ അവരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, വീഡിയോ എടുക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോയും കൂടി എടുത്തു കേട്ടോ. ഇതാണ് ആ ജയിൽ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അഗോഡ ഫോർട്ടിലെ ജയിലാണിത്. അതിനിടയ്ക്ക് നമ്മുടെ മറ്റേ ബോട്ട് മുൻപോട്ട് പോയിട്ടോ. ഇത്ര ചൂടത്തും നമ്മൾ ഇത്ര ഇൻട്രസ്റ്റോടെ കാത്തിരിക്കുകയാണ് കേട്ടോ ഈ നമ്മുടെ ക്യാമറയിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ലഞ്ചിനുള്ള പ്ലാനിങ്ങും നടന്നു കേട്ടോ. ലഞ്ചിന് എവിടെ പോകണമെന്ന് നമ്മൾ ഡ്രൈവറാണെങ്കിൽ ആൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെയാണ് പറയുന്നത്. ആ സ്ഥലം നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ വലിയ റിവ്യൂ ഒന്നുമില്ല. ഈ ബോട്ട് കണ്ടോ? അങ്ങനെ പോയി ഒരു തവണ പോയിട്ട് ഡോൾഫിനെ കണ്ടു കേട്ടോ. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞാണ് എൻ്റെ എതിർവശത്തിരുന്ന ആൾക്ക് ഡോൾഫിനെ കിട്ടിയത് ക്യാമറയിൽ. ആളെ ഞാനും കണ്ടു കേട്ടോ. 2 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ അടിക്ക് പോയി വെള്ളത്തിലോട്ട്. ജസ്റ്റ് നമ്മളെന്നെ ഞാനിവിടെ ഉണ്ടേന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നമ്മളിങ്ങനെ ഒച്ച വെക്കുന്ന കണ്ട് മറ്റ് ബോട്ടുകാരും ഈ ഭാഗത്തേക്ക് വന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അത് അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഡോൾഫിൻ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. നമ്മളെ കൂടെയുള്ള ഒരാൾ അവർ കഴിഞ്ഞ തവണ വന്നപ്പോൾ കഴിച്ച ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പ്യുവർ വെജ് ആൾക്കാരെ ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ലഞ്ച് വിശേഷങ്ങൾ കുറേ ഉണ്ട്. അതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.
അപ്പോൾ ഈ ഗോവ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.